ഓം നമ ശിവായ. കുണ്ടലിനി പാട്ടിൽ 21 ഈരടികളാണുള്ളത്. ഓരോ ഈരടിക്കും 2 ക്ലാസ് എന്ന തരത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസ് വരികളിലെ വാക്കുകളുടെ അർത്ഥത്തിലൂടെ സാരാംശം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ അധിക വിശദീകരണവുമാവാം. 5-6 മിനിറ്റിനുള്ളിൽ ഒരു ക്ലാസ് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ആദ്യത്തെ ഈരടിയിലേക്ക് പോവാം. ആടുപാമ്പേ പുനം തേടുപാമ്പേ, അരുളാനന്ദക്കൂത്തു കണ്ടാടുപാമ്പേ. ആടുപാമ്പേ പുനം തേടുപാമ്പേ, അരുളാനന്ദക്കൂത്തു കണ്ടാടുപാമ്പേ. ആടുപാമ്പേ, പാമ്പേ നീ ആടുക, മനസ്സേ നീ ആനന്ദ നൃത്തം ചെയ്യുക. ഇവിടെ പാമ്പ് മനസ്സ് എന്നുള്ള അർത്ഥത്തിലാണ് ഗുരു പ്രതിപാദിച്ചിരിക്കുന്നത്. പുനം തേടുപാമ്പേ, പുനം തേടുക. പാമ്പിനോട് പുനം തേടാൻ പറയുന്നു. എന്താണ് പുനം? പാമ്പേ, നിന്റെ ഇരിപ്പിടമായ പൊത്ത്. അപ്പോൾ പൊത്ത്, പുനം എന്ന് പറയുന്നത് പൊത്ത് എന്നാണ് അർത്ഥം. പാമ്പേ, നിന്റെ ഇരിപ്പിടമായ പൊത്ത് നീ അന്വേഷിച്ച് കണ്ടെത്തുക. അതുപോലെ മനസ്സേ, നിന്റെ സഹജമായ ഇരിപ്പിടം നീ അന്വേഷിച്ച് കണ്ടെത്തുക എന്നതാണ് ഈ വരികളുടെ അർത്ഥമായിട്ട് വരിക. ആടുപാമ്പേ പുനം തേടുപാമ്പേ, മനസ്സേ നീ ആനന്ദ നൃത്തം ചെയ്യുക, അതുപോലെ നിന്റെ സഹജമായ ഇരിപ്പിടം നീ അന്വേഷിച്ച് കണ്ടെത്തുക എന്നതാണ്. ഇനി ബാക്കി പകുതി. അരുളാനന്ദക്കൂത്തു കണ്ടാടുപാമ്പേ. അരുൾ എന്ന് പറയുന്നത് ആഗ്രഹം, എന്താണ്, കൃപ, അനുഗ്രഹം എന്നൊക്കെ അർത്ഥമുണ്ട്. അരുൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, കൃപ എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ അരുൾ ആനന്ദ കൂത്ത് കണ്ട് ആടുപാമ്പേ. ആ ഇരിപ്പിടം തന്നെയായ ശിവൻ്റെ അരുൾ, ശിവൻ്റെ കൃപ എന്ന് പറയാം, അല്ലെങ്കിൽ ശിവൻ്റെ അനുഗ്രഹം എന്ന് പറയാം. നിറഞ്ഞ ആനന്ദ നൃത്തം കണ്ടുകൊണ്ട്, ശിവൻ്റെ ആനന്ദ നൃത്തം കണ്ടുകൊണ്ട്, ആ നൃത്തത്തിൻ്റെ ഒരംശം തന്നെയാണ് തൻ്റേതുമെന്ന് കണ്ടുകൊണ്ട് മനസ്സേ നീ ആടുക എന്നാണ് പറയുന്നത്. ആടുപാമ്പേ പുനം തേടുപാമ്പേ, അരുളാനന്ദക്കൂത്തു കണ്ടാടുപാമ്പേ. മനസ്സേ നീ ആനന്ദ നൃത്തം ചെയ്യുക. പാമ്പേ, നീ നിന്റെ ഇരിപ്പിടമായ പൊത്തന്വേഷിച്ച് കണ്ടെത്തുക. മനസ്സേ, നിന്റെ സഹജമായ ഇരിപ്പിടമായ ശിവനെ നീ അന്വേഷിച്ച് കണ്ടെത്തുക. ആ ഇരിപ്പിടമായ ശിവൻ്റെ കൃപ തന്നെയായ ആനന്ദ നൃത്തം കണ്ടിട്ട് ആ നൃത്തത്തിലെ ചെറിയൊരംശം തന്നെ നിന്റെ ആട്ടവും എന്നറിഞ്ഞുകൊണ്ട് ആടുക, ആനന്ദിക്കുക എന്നാണ് പറയുന്നത്. മനസ്സിനോട് ആനന്ദിക്കാൻ വേണ്ടി പറയുകയാണ്. ആനന്ദമുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ആടുക എന്ന് പറഞ്ഞാൽ എന്താ? കൂത്താടുക. ആനന്ദം നമ്മുടെ മനസ്സിന് സന്തോഷത്തിൻ്റെ മുകളിലുള്ള സ്റ്റെപ്പാണത്, ആനന്ദം എന്ന് പറയുന്നത്. അതിന് നമ്മൾ പരമാനന്ദം എന്നും പറയും. ആ പരമാനന്ദ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത് ശിവനെ തിരിച്ചറിയുമ്പോൾ, നമ്മളിലുള്ളിലെ ശിവനെ തിരിച്ചറിയുമ്പോഴാണ് എന്ന് പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ ശിവം, നമ്മുടെ ശരീരത്തിനകത്തുള്ള ശിവം, അത് പോകുമ്പോഴല്ലേ നമ്മൾ ശവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശിവ ചൈതന്യത്തെ, നമ്മുടെ ഉള്ളിലുള്ള ശിവ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞിട്ട്
നീ സന്തോഷിക്കുക മനസ്സേ. ആടുപാമ്പേ പുനം തേടുപാമ്പേ, അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ. ഇതിൻ്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിലാവാം. എല്ലാവർക്കും നന്ദി.